ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഡേ മൈ ലൈഫിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ. ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ലോങ് ആയി പോയിട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ ചെയ്തത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ കുറേ നാളായിട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഒന്നാകെ മൊത്തമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ അധിക സാധനമൊന്നും ഫ്രിഡ്ജിൽ കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാറുണ്ട്. കാരണം നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ. അല്ലെങ്കിൽ എല്ലാം കിച്ചണിൽ തന്നെ കൊണ്ടുവച്ചാൽ അവിടെ ഒരു വല്ലാത്തൊരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും നമുക്ക്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഫ്രിഡ്ജിൽ തന്നെയാണ് പച്ചക്കറികളൊക്കെ വെക്കാറുള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, എന്നാലും വെക്കാറുണ്ട് ഞാനെല്ലാം. പിന്നെ പാല് ഫ്രീസറിൽ ഉണ്ടായിരുന്നു, അപ്പം ഞാനതൊന്ന് എടുത്തിട്ട് താഴെയൊക്കെ വെച്ചിട്ട് എല്ലാം ഇത്തിരിയൊക്കെ പച്ചക്കറിയേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ, നല്ല വൃത്തിയാക്കി നേരെ വെച്ചു. പിന്നെ അതിലുള്ള ചവറുകളൊക്കെ താഴെ ഇട്ട് ഒന്ന് അടിച്ച് വാരുന്നുണ്ട്. ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണെന്ന് ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിനുള്ള നേരമൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പണി തുടങ്ങാം. നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം. ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് നമ്മള് മത്തൻ കറിയാണ്. അപ്പൊ മിനിയാന്ന് ഞാൻ മത്തൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈപ്പിലല്ല കേട്ടോ ഒന്ന് വെക്കുന്നത്, ഇന്ന് വേറൊരു ടൈപ്പിലാണ് വെക്കുന്നത്. അപ്പൊ ഇതാ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മള് ഇത് മത്തൻ ഉണ്ടാക്കുന്നത് നമ്മളെ കാസർഗോഡ് സ്റ്റൈല് മത്തൻ ഓല എന്ന് പറയും. ആ ഒരു ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം മുറിച്ചിട്ടിട്ട് ഇത് പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഇട്ടിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ കാബേജ് മുറിച്ചിട്ട് മിക്സ് ആക്കി വെച്ചതാണ്, അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കാട്ടോ. ഇങ്ങനെ എല്ലായിടത്തും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതില് ഈ സ്റ്റൗവില് നമുക്ക് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പൊ നമ്മള് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ വെച്ചതാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മള് ചോറ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഞാൻ ഈ മിക്സിൽ ഇട്ടിരുന്നു കേട്ടോ. ഈ മിക്സിലാണെങ്കിൽ ക്യാബേജ്, പച്ചമുളക്, സവാള കട്ട് ചെയ്തത്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതാണിത്. അപ്പൊ നമുക്ക് ഇനി വേറെ ഒന്നും ഇടണ്ട, ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ തേങ്ങ ഇടലുണ്ട്, തേങ്ങ ഇടലില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇതിനകത്തോട്ട് ഇട്ടുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. സിമ്മിലാക്കിയിട്ട് അവിടെ വെച്ചാൽ മതി. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് വെന്തോളും. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഉണ്ടാക്കാൻ ഇത്തിരി സമയം വേണം. കുറേ നേരം ഇങ്ങനെ മെഴുക്കി എടുക്കണം.
ഉരുളക്കിഴങ്ങിന്റെ ചുളിയും ചെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് വേസ്റ്റിലിടാം. നമ്മുടെ കേബേജ് റെഡി ആയിട്ടുണ്ട്. കേബേജ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് പൊരിനൊക്കെ നമ്മള് കുറച്ച് തേങ്ങ ഇടാനുണ്ട്. അപ്പൊ തേങ്ങ എന്ന് വെച്ചാല് ഇതാണ് കേട്ടോ, കൊപ്പരേ ഉള്ളൂന്ന്. അപ്പൊ ഇത് മുറിച്ചിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് പൊടിക്കാം. പെട്ടെന്ന് മുറിച്ചെടുക്കാം. ഭയങ്കര കുറപ്പാണ്, എല്ലാം പൊടിച്ചെടുക്കാം. പിന്നെ കുറച്ച് എടുക്കാമല്ലോ നമുക്ക്. അവിടെ ഞാൻ എല്ലാം തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. കഷ്ണം ഇട്ടു. വല്ലാത്തൊരു സൗണ്ടാണ്, പൊടിഞ്ഞില്ല കേട്ടോ. നമ്മള് കുറച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മത്തൻ കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് വറവിടാനുണ്ട്. അപ്പൊ ഞാൻ അടിപൊളിയായിട്ടോ. ഇതിലേക്ക് വറവും കൂടി ഇട്ടാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. മത്തൻ കറി റെഡിയാവും. ഞാൻ പെട്ടെന്ന് വറവും കൂടി ഇട്ടേക്കാം. അതിന് വേണ്ടി ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളെ കാസർഗോഡിലെ മത്തൻ കറി ആണ് കേട്ടോ. മത്തൻ ഓലനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുളക് എപ്പോഴും കരിയാണ്ട് നോക്കണം. കരിഞ്ഞു പോയാലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കരിക്കും കറി. മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മത്തൻ കറി കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മത്തൻ കറി റെഡിയായെന്ന് പറഞ്ഞാൽ കണ്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിച്ചെടുക്കുക, പിന്നെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക, പിന്നെ കട്ട് ചെയ്ത എല്ലാ ഉരുളക്കിഴങ്ങും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് എണ്ണയിൽ തന്നെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്ന എൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഡേ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ടോട് കൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക.